Hello students, welcome back to Isaac's Physics Classroom. Exam Special Revision for Classes Plus 1. Chapter 1, Your Physical World and Chapter 2, Units and Measurement. ഈ രണ്ട് ചാപ്റ്ററിലെ പ്രീവിയസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ 1, ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡ് ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പക്ഷെ പൊതുവെ ചിലർ ഈ ചാപ്റ്റർ നോക്കാറേ ഇല്ല. പക്ഷേ ഈ ചാപ്റ്ററിന് പ്രീവിയസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന കൺസെപ്റ്റുകൾ ഓൾറെഡി 8th, 9th, 10th പഠിച്ച് ഇതുവരെ നിങ്ങൾ ഫിസിക്സ് പഠിച്ച് ഗെയിൻ ചെയ്ത നോളേജാണ് ഈ ടെക്സ്റ്റ് ഫസ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു ഓവർ ബ്രീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, അതായത് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ. NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10, ടേബിൾ നമ്പർ 1.3. ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കോളം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കുക. നെയിം 4 ഫോഴ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും താഴെയുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. മേലേക്ക് പോകുന്തോറും അതിന് സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് 1 ഇടാൻ കാരണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 1 ആക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് 10⁻² എന്ന് പറയുമ്പോൾ 1/10⁻², അതിനർത്ഥം 1/100. അത് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ 100ൽ ഒരു അംശം മാത്രമേ ഉള്ളൂ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ മേലേക്ക് പോകുന്നവർ -13 അത് കുറഞ്ഞു വരും. ഇനി റേഞ്ച് അടുത്ത കോളം. ഇനി അടുത്ത ഓപ്പറേറ്റിംഗ് എവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഗ്രാവിറ്റി ആകുമ്പോൾ എല്ലാ മാസുള്ള ഒബ്ജക്റ്റിലും ഗ്രാവിറ്റി ഉണ്ടാകും. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾസ്, എക്സാമ്പിൾ ഇലക്ട്രോൺ, ന്യൂട്രിനോ. അതിൽ പ്രത്യേക ഒരു വാക്ക് ഓർമ്മ വരണം, ബീറ്റ ഡി കെ. അത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആയിട്ട് ബന്ധപ്പെടണം. മാച്ച് ദ ഫോളോയിങ് വന്ന് ശ്രദ്ധിക്കണം. ബീറ്റ ഡി കെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ചാർജ് പാർട്ടിക്കിൾ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ, ചാർജുള്ള പാർട്ടിക്കിൾ തമ്മിൽ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയോൺസ്, ദാറ്റ് ഇസ് ന്യൂട്രോൺ, പ്രോട്ടോൺ. ഹെവി എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ന്യൂട്രോൺ, പ്രോട്ടോൺ തന്നെയാണ്. കാരണം പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ 1836 ടൈംസ് മാസ് കൂടുതലാണ്. അതാണ് ഹെവി എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം. ഇനി എക്സാമിന് ഈ ഭാഗത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ്. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചില പെട്ടെന്ന് അറിയാതെ ആൻസർ ചെയ്യും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. കാരണം വീക്ക് എന്ന വാക്ക് മനസ്സിലുള്ളതുകൊണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ആ കോളം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു, താഴെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഏറ്റവും മേലെയാണ് ഗ്രാവിറ്റി. ഏറ്റവും മേലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ് വീക്കസ്റ്റ് ഫോഴ്സ്. അതാണ് 10⁻13 അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്. സോ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ അതിന് ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് നമുക്ക് പഠിച്ചാണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ഇൻ നേച്ചർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ആ കോളം പഠിക്കുമ്പോൾ ആ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചവർക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ, സ്ട്രോങ് ഫോഴ്സ് ഇൻ നേച്ചർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നെക്സ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാത്ത ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ വരാം. ഫോർ എക്സാമ്പിൾ, ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിനീസ്. ഇത് പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഹീറ്റ് എന്ന വാക്ക് നമുക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യം പിന്നെ ഓർമ്മ ടെമ്പറേച്ചർ അല്ലേ. തെർമോഡൈനാമിക്സ് ഓൾറെഡി നമ്മൾ പഠിച്ച ചാപ്റ്റർ അല്ലേ, അപ്പോൾ എഴുതി വെക്കാമല്ലോ തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതൊരു ജനറൽ കൺസെപ്റ്റ് ഇതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതല്ല, മറ്റുള്ള ചാപ്റ്ററിനും ഫിസിക്സ് നമുക്ക് എന്തൊക്കെ അറിയാവുന്ന ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്ത്, ഹീറ്റ് എന്ന വാക്ക് കിട്ടുമ്പോൾ നമ്മൾ വേഗം ടെമ്പറേച്ചർ കണക്ട് ചെയ്തു. ടെമ്പറേച്ചർ കിട്ടി, നമുക്ക് തെർമോഡൈനാമിക്സ് കിട്ടി. ഇനി പഠിച്ച വിദ്യാർത്ഥിക്കാണെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സ് പഠിച്ച വിദ്യാർത്ഥിക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ പഠിച്ച മറ്റൊരു ചാപ്റ്റർ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസും ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ബേസിക് ഫോഴ്സ് ഇൻ ദർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ സ്ട്രെങ്ത്. ശ്രദ്ധിക്കണം, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം എഴുതേണ്ടത് സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് ആണ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? വീക്കസ്റ്റ് തുടങ്ങണം. എവിടെ അവസാനിക്കണം? സ്ട്രോങ്ങസ്റ്റിൽ അവസാനിക്കണം. അതിനർത്ഥം ഗ്രാവിറ്റിയിൽ നിന്ന് തുടങ്ങണം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ അവസാനിക്കണം. അപ്പോൾ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ ഓർഡർ കറക്റ്റായിട്ട് അറിയാം. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി, അത് കഴിഞ്ഞാൽ വരും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അത് കഴിഞ്ഞാൽ വരും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അത് കഴിഞ്ഞാൽ വരും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അത് കഴിഞ്ഞാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണ്, അതിനേക്കാളും കൂടുതലാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതിനേക്കാളും കൂടുതലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ റേഞ്ചും മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ റേഞ്ച് ഗ്രാവിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. ഏറ്റവും കുറവ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻15 മീറ്റർ ആണ്. അതിനും താഴെയാണ് വീക്ക് ന്യൂക്ലിയർ വരുന്നത് 10⁻16 മീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഒരു ചാപ്റ്റർ കഴിഞ്ഞു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പഠിക്കേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് കാര്യം.
ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 90% പ്രോബിലിറ്റി കൂടുതലാണ് ഈ ഡയമെൻഷൻ അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസിൽ ചോദിക്കുന്ന 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. 2, ക്രിയേറ്റ് ദ ഇക്വേഷൻ. 3, കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അതായത് SI യൂണിറ്റിൽ നിന്ന് CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡിലേക്ക് കൺവേർഷനോ അല്ലെങ്കിൽ ഫുഡ് പൗണ്ട് സിസ്റ്റത്തിലേക്ക് കൺവേർഷനോ ഒരു കൺവേർഷൻ ക്വസ്റ്റൻ ആണ് എന്ത് ചെയ്യുക ഡയമെൻഷൻ അനാലിസിൽ വരിക. അപ്പോൾ ഇതിൽ 3 ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ അറിയേണ്ട കാര്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 214 to 218 ഏകദേശം 94 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. അതായത് ഏരിയ തൊട്ടിട്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വരെ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഇത് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മിനിമം ഫസ്റ്റ് 12 പഠിക്കുക. അതായത് ഏരിയ തൊട്ടിട്ട് പ്രഷർ വരെയുള്ള അറ്റ്ലീസ്റ്റ് 12 പഠിക്കാം. അത് ഇതൊക്കെയാണ്: ഏരിയ, വോളിയം, മാസ് ഡെൻസിറ്റി, ഫ്രീക്വൻസി, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, വർക്ക്, പവർ, മൊമെൻറ്റം, പ്രഷർ. ഇത്രയെങ്കിലും മിനിമം പഠിക്കുക. കാരണം നമുക്ക് വരുന്ന പ്രോബ്ലത്തിൽ മിക്ക പ്രോബ്ലത്തിലും ഇതെന്നുള്ള ഡയമെൻഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുക ചോദിക്കുക. അപ്പോൾ ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് പഠിക്കണം. ഹാർഡ്ലി ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ഡയമെൻഷൻസ് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരേ രീതിയിൽ അത് ചെയ്യുക. അതിൽ പൊതുവേ ചോദിക്കുക റിലേറ്റീവ് എറേഴ്സ് എന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമ്മളിവിടെ സ്ലൈഡിൽ കാണിക്കും. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അക്യുറസിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ വന്നു കണ്ടിരിക്കുന്നത്. SI യൂണിറ്റ്സ് 7 SI യൂണിറ്റ്സും അതിന് സപ്ലിമെൻ്ററി യൂണിറ്റ്സും പഠിച്ചു വയ്ക്കുക. അതിൽ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓഡ് 1 ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. പ്രാക്ടിക്കൽ യൂണിറ്റ്സിൽ വരുന്നത് ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും മാസിൻ്റെയും പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരും. ലൈറ്റ് ഇയർ, പാരാലാറ്റിക് സെക്കൻഡ്, അങ്ങനെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിസിക്കൽ മാഗ്നിറ്റ്യൂഡ് പഠിച്ചു വയ്ക്കുക. കാരണം 1 ലൈറ്റ് ഇയർ ഇസിക്കൽ ഡാഷ് മീറ്റർ എന്നോ അല്ലെങ്കിൽ 1 മീറ്റർ ഇസിക്കൽ ഡാഷ് ലൈറ്റ് ഇയർ എന്നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇത് അല്ലാതെ തന്നെ ഇതിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റൈറ്റിംഗ് അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ ഇത്രയും കൺസെപ്റ്റാണ് ഈ ചാപ്റ്റേഴ്സിന് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയമെൻഷൻ അനാലിസിസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് നോക്കാം. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. The correctness of equation can be checked using the principle of homogeneity. Principle of homogeneity എന്താണെന്ന് നമ്മൾ പറയും. State the principle of homogeneity, first question. And second question, using this principle, check whether the following equation is dimensionally correct. ഇക്വേഷൻ ഇതാണ്: T=2π√m/g. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഇക്വേഷൻ ചെക്ക് ചെയ്യണം ഏത് പ്രകാരം, ഡയമെൻഷനലി കറക്റ്റാണ് ചെക്ക് ചെയ്യണം ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഈ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ പറയാൻ ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി നമുക്കറിയാം 12 mv² എന്നറിയാം. അപ്പോൾ ഡയമെൻഷനൽ കറക്റ്റ് ആണ്. നേരെ മറിച്ച് ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതുകയാണ്: കൈനറ്റിക് എനർജി = 3 mv². ഇക്വേഷൻ തെറ്റാണ്, പക്ഷേ ഡയമെൻഷനലി ശരിയാണ്. കാരണം 3ക്കും 1/2 ഡയമെൻഷൻസ് ഇല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്രോബ്ലം തരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം T=2π√L/g, ആ ഇക്വേഷൻ ശരിയാണ്. അപ്പോൾ നമ്മൾ ചില ഇക്വേഷൻസ് കാണുമ്പോൾ ചില കണ്ടുടനെ ശരിയാണ്. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ ആൻസർ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ 2π ആയിക്കോട്ടെ, 4π ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് ആണ്. ഈ കോൺസ്റ്റൻസിനും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആയിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ചിട്ട് ആ കോൺസ്റ്റന്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഡയമെൻഷൻ്റെ ഡീമെറിറ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ശരിയാണോ നോക്കണം, അല്ലാതെ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നല്ല. രണ്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ നോക്കാം. വാട്ട് ഇസ് ആൻഡ് ഇതിൽ ശ്രദ്ധിക്കണം, ടി എന്താണ്, എം എന്താണ്, ജി എന്താണ് തരും. ടി ഈസ് ടൈം പീരീഡ്, എം ഈസ് മാസ്, ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിൽ ചിലപ്പോൾ തരില്ല അവർ. അപ്പോൾ പറയും ദ നൊട്ടേഷൻസ് ഹാവ് യൂഷ്വൽ മീനിങ്സ് എന്ന് പറയും. അപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻ മാത്രമാണ് ചെക്കിങ്ങിന് വരിക. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇക്വേഷനേ വരുള്ളൂ. അപ്പോൾ ആ ടേംസ് ഒക്കെ നമുക്കറിയും, പൊതുവേ ടേംസ് തരാറുണ്ട്. അപ്പോൾ ഇവിടെ ടി ആണ്, എം ആണ്, ജി. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഡയമെൻഷൻസ് അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടി എന്ന് പറഞ്ഞ ടൈം നമുക്ക് ടി ആണ്, എം മാസ് ആണ്, എം ആണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ത് ആക്സലറേഷൻ ആയിക്കോട്ടെ L(t⁻⁻²) ആണ്, ആംഗുലർ ആക്സലറേഷൻ ഒഴികെ. അപ്പോൾ ഇത് ഇത്രയും അറിയുന്നൊരു കുട്ടിക്ക് ഈ കൺസെപ്റ്റ് ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. According to homogeneity principle, for correctness of an equation,
ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ദ ഡയമെൻഷൻ ഓഫ് ആൾ ടേംസ് ഓഫ് ദ ഐദർ സൈഡ് ഓഫ് എൻ ഇക്വേഷൻ ഷുഡ് ബി സെയിം. ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ടേമാണ്, ടി എന്നുണ്ട് 2π√m/g, രണ്ട് ടേമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ടേമിന് ഡയമെൻഷൻ ശരിയാവണം. ഇനി ഇതിൽ ഫോർ എക്സാമ്പിൾ a = b+c എന്നൊരു ഇക്വേഷൻ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡയമെൻഷൻ ശരിയാണ്. ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യണം? ശരിയാണ്. ഇനി ഫോർ എക്സാമ്പിൾ a = b/c ആണെങ്കിലോ എൻ്റെയും ബി സിയുടെ ഡയമെൻഷനും ശരിയാണ്. അപ്പോൾ ഇതും ശ്രദ്ധിച്ച് നോക്കണം, ചില പ്രോബ്ലം അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ലെഫ്റ്റിൽ ടി ആണ്, റൈറ്റിൽ ടി അല്ല. അപ്പോൾ റൂട്ടിന് ആണ് ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക അത്, കാരണം ബാക്കി ഡയമെൻഷൻസ് ഓൾറെഡി പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി LHSഉം RHSഉം ഡയമെൻഷൻ ശരിയല്ല. അപ്പോൾ ഈ ഇക്വേഷൻ തെറ്റാണ്. അപ്പോൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഇക്വേഷൻ തെറ്റാണ്. വളരെ സിമ്പിളായിട്ട് എന്ത് ഇതിന് ആൻസർ ചെയ്തു. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ അനാലിസിസ്, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ടൈപ്പ്, give examples for the following. A dimensionless unitless physical quantity, dimensional unit ulla, okay. Second one, a dimensionless physical quantity but having unit in SI, dimension ഉണ്ട് പക്ഷേ പിന്നാണ് ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്, ഓക്കെ. തേർഡ് വൺ, two physical quantity which have the same dimension. ഇത് ശരിക്കും പഠിക്കാൻ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ഡയമെൻഷൻസ് ഉണ്ട്, അത് നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഡയമെൻഷൻലെസ് യൂണിറ്റ്, ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ്, രണ്ടും ഇല്ല, ഡയമെൻഷനില്ല യൂണിറ്റും ഇല്ല. സ്ട്രെയിന് ഡയമെൻഷനും ഇല്ല, കാരണം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ്. അപ്പോൾ അതിന് റേഷ്യോ ഓഫ് സെയിം ക്വാണ്ടിറ്റീസ് ആണ്, അപ്പോൾ അതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഫസ്റ്റ് ആൻസറായി. ആൻഡ് സെക്കൻഡ് വൺ, ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബൈ ഹാവിങ് SI യൂണിറ്റ്, യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്ലെയിൻ ആംഗിൾ, റേഡിയൻ ആംഗിൾ യൂണിറ്റ്, പക്ഷേ അതിന് ഡയമെൻഷൻസ് ഇല്ല. കാരണം ട്രിഗ്നോമെട്രിക് റിലേഷൻ, എക്സ്പൊണൻഷ്യൽ വാല്യൂ, ലോഗറിതമിക് ഫംഗ്ഷൻസിനൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അതേപോലെ പ്ലെയിൻ ആംഗിളാണ് തീറ്റ, അതിൻ്റെ യൂണിറ്റ് ഉണ്ട് റേഡിയൻ, പക്ഷേ എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ദെൻ തേർഡ് വൺ, two physical quantities have same dimension, that is work and energy. അപ്പോൾ എക്സാമിന് ഇത്ര മതി, പക്ഷേ ഇതിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്യാം, ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിക്കണം. 1 Newton = 10⁵ dynes and 1 Joule = 10⁷ erg. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. വൺ വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 Newton എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ആണ്, അതേപോലെ ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, എർഗ് എന്ന് പറയുന്നത് എനർജിയുടെ CGS യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ കറക്റ്റായിട്ട് പഠിക്കണം. ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. 1 Newton = 10⁵ dynes and 1 Joule = 10⁷ ergs. ഓക്കെ. എനിഹൗ ഈ ഗീവ് എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ്ങിൽ ആ ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നുകൂടി എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. നോക്കൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അത് μs μk, റിലേറ്റീവ് ഡെൻസിറ്റി, അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാറുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഇതിനൊന്നും എന്തില്ല, ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പോൾ എ എന്ന ക്വസ്റ്റിന് ഇതൊക്കെ ആൻസർ ചെയ്താൽ, പക്ഷേ എക്സാം ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. ഹാഫ് മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഒറ്റ എഴുതിയാൽ മതി. എ ഡയമെൻഷൻലെസ് ഒരൊറ്റ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ പറയാം, ഓർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഇല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ല, റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഒന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. ദെൻ അതേപോലെ തന്നെയാണ് ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉണ്ട്. സോ പ്ലെയിൻ ആംഗിൾ പോലെ തന്നെ സോളിഡ് ആംഗിൾ, റേഡിയാക്ടിവിറ്റി, നമ്മൾ റേഡിയാക്റ്റീവ് ക്യൂറി, ബെക്കറൽ, ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ പറയാറുണ്ട്, പക്ഷേ അതിലെന്താ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരേ ഡയമെൻഷൻ വരുന്നത് എനർജി, വർക്ക്, ടോർക്ക് ഒരേ ഡയമെൻഷനാണ്, mL² T⁻². ലീനിയർ മൊമെൻറ്റം, ഇമ്പൾസ് ഒരേ ഡയമെൻഷൻ, mL T⁻1. ആംഗുലർ മൊമെൻറ്റം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒരേ ഡയമെൻഷനാണ്, mL² T⁻1. സ്ട്രെസ്, പ്രഷർ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, അതായത് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷെയർ മോഡുലസ് എല്ലാത്തും ഒരേ ഡയമെൻഷനാണ്, ദാറ്റ് ഈസ് mL⁻1 T⁻². അതുപോലെ ഫോഴ്സും വെയിറ്റും ഒരേ ഡയമെൻഷനാണ്, mL T⁻². അപ്പോൾ ഇതൊക്കെ അതിനെ ആൻസർ ആക്കി എന്ത് ചെയ്യാം, സപ്പോർട്ടീവായിട്ട് എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. If the percentage error in the measurement of diameter d of a sphere is 2%, then what is the percentage error in its volume? ഡയാമീറ്റർ അളന്നപ്പോൾ 2% എറർ വന്നു എങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ശതമാനം എററാണ് വരിക? അപ്പോൾ വോളിയം അറിയാം 4/3πr³ ആണ്. അപ്പോൾ അത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മിനിമം ഇത്രയും അറിഞ്ഞിരിക്കുക. വോളിയം യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലേ, അപ്പോൾ r³. ഇനി ഏരിയ r². അപ്പോൾ അത് കാരണം 4/3 കോൺസ്റ്റന്റ് ആണ്, 4/3π ഇപ്പോൾ എറർ വരില്ല. അപ്പോൾ ആ നോളേജെങ്കിലും അറിഞ്ഞിരിക്കുക. സോ ആൻസർ വോളിയം 4/3πr³. അപ്പോൾ r എന്ന് പറയുന്നത് d/2 ആണ്. ഡെൽറ്റ d/d × 100. ഡെൽറ്റ d/d എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ, ഇൻറ്റു 100 ആയ പെർസെൻറ്റേജ് എററായി. അപ്പോൾ ഡെൽറ്റ d/d × 100 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് എറർ ഇൻ ഡയാമീറ്റർ, അത് 2% ആണ്. ഇനി റേഡിയസ്,
അതിനും 2%. ഇവിടെയാണ് ചില കുട്ടികൾ തെറ്റിക്കുക. കാരണം റേഡിയസ് എന്ന് പറഞ്ഞാൽ d/2 അല്ലേ, അപ്പോൾ 2/2 1 ആവില്ലേ എന്ന് വരും. ഇല്ല, കാരണം 1/2 കോൺസ്റ്റന്റ് ആണ്, അതിന് എറർ വരില്ലല്ലോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമീറ്ററിന് എന്താണോ എറർ വരുന്നത് അത് തന്നെയാണ് എന്തിനു വരിക, റേഡിയസിനും വരിക. ഇനി കാണേണ്ടത് പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം ആണ് കാണേണ്ടത്. ഇറ്റ് ഈസ് 3 × പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ്. 3 എന്ന് എഴുതാൻ കാരണം r³ അല്ലേ, ആറിൻ്റെ പവർ 3 ആണ്, അതുകൊണ്ട് 3 എന്ന് എഴുതി. ഇൻ കേസ് ഇത് ഏരിയ ആണെങ്കിലോ r² ആവും, അപ്പോൾ r² ആകുമ്പോൾ 2 × എന്നാവണം. ക്ലിയർ? അപ്പോൾ ഡെൽറ്റ v × 100 അതാണ് വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് എഴുതുന്നത്. ഇസിക്കൽ 3 × Δr/r × 100. കാരണം വോളിയം കാണാൻ ആകെ റേഡിയസ് മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണെങ്കിൽ ലെങ്ത് × ബ്രെഡ്ത്ത് × തിക്നെസ്, അവിടെ മൂന്നിൻ്റെ പിന്നെ എറേഴ്സും ആഡ് ചെയ്യണം. ഇവിടെ റേഡിയസ് മാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ 3 × 2%, ദാറ്റ് ഈസ് 6%. അപ്പോൾ വോളിയം കാണുമ്പോൾ 6% എററാണ് വരിക. ഇതേ ക്വസ്റ്റ്യൻ ഏരിയ, സർഫസ് ഏരിയ ആണെങ്കിൽ നമുക്കറിയാം r², അപ്പോൾ r² ആകുമ്പോൾ 2 × 2, സോ ഇറ്റ് ഇസ് 4% എന്നാവും. അപ്പോൾ അങ്ങനെ വന്നാൽ ചെയ്യാൻ അറിയണം. അടുത്ത കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി p is related to 4 observables a, b, c and d as p is equal to a b³ by c raised to -2 √d. The percentage error in measurement of a, b, c and d 1, 2, 3% and 4% respectively. What is the percentage error in the measurement of p? p എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും എറേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെ p എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്ര എറർ വരിക എന്നാണ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത അതേ കൺസെപ്റ്റ് ബേസ്ഡ് ആണ് ഇതും ചെയ്യുക. ക്യൂബിനെ നമ്മൾ ആ പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് നോക്കാം. p is equal to a b³ by c raised to -2 Δd. അപ്പോൾ ഡെൽറ്റ p/p × 100 അതാണ് പെർസെൻറ്റേജ് എറർ ഓൺ p. ക്ലിയർ? സോ എക്ക് പവർ ഇല്ല, അപ്പോൾ ഡെൽറ്റ a × a × 100 പ്ലസ് 3 എഴുതാൻ കാരണം ബീൻ്റെ പവർ 3 ആണ്. സോ 3 × ഡെൽറ്റ b/b × 100 പ്ലസ്, ശ്രദ്ധിക്കണം അവിടെ സിക്ക് പവർ -2 ആണ്, പക്ഷെ അത് +2 ആവാൻ കാരണം മേലേക്ക് വന്നതുകൊണ്ടല്ല +2 ആയത്. അതിന് +2 വരാൻ കാരണം എറേഴ്സ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത്, ഒരിക്കലും സബ്സ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ c raised to -2 എന്ന് വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് പവർ എടുക്കേണ്ടത് +2 × ഡെൽറ്റ c/c × 100 പ്ലസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, അപ്പോൾ ഹാഫ് × ഡെൽറ്റ d/d × 100. അതിൽ നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. അപ്പോൾ 1% പ്ലസ് 3 × 2% പ്ലസ് 2 × 3% പ്ലസ് ഹാഫ്, അത് റൂട്ട് ആയതുകൊണ്ട് ഇനി 4%. ദാറ്റ് ഈസ് 1 + 6 + 6 + 2, ദാറ്റ് ഈസ് 15% എററാണ് അപ്പോൾ പിയിൽ വരിക. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ ഏറ്റവും നല്ല വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ഇസ് മോർ അക്യുറേറ്റ് ആൻഡ് വൈ? 500.00 കിലോഗ്രാം, 0.0005 കിലോഗ്രാം, തേർഡ് വൺ 6.00 കിലോഗ്രാം. ഈ 3 വാല്യൂയിൽ ഏതാണ് കൂടുതൽ അക്യുറേറ്റ്? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണോ അതാണ് അക്യുറേറ്റ്. ആൻസർ 500.00 kilogram. This measurement has more significant figures than the others. Number of significant figure ഇവിടെ 5 ആണ്. അതിന് കാരണം 5, 0, 0, 0, 0 അങ്ങനെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. രണ്ടാമത്തേൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ, മൂന്നാമത്തേൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയാമെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അതിൻ്റെ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സിമ്പിളാണ് അത്. നെക്സ്റ്റ്, അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് റൂൾസും ഉണ്ട്. അതും ജസ്റ്റ് അറിയുന്ന കാര്യമാണ്, എങ്കിൽ കൂടി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്തു അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, അറിയാത്തവർ ജസ്റ്റ് പോസ് ചെയ്ത് അതിന് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അറിയുന്നവർ ജസ്റ്റ് അതേ ഫേസിലേക്ക് പോവാം. നെക്സ്റ്റ്, SI യൂണിറ്റ്സ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്: കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കാൻഡില, ഇമ്പൾസ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം, പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്: കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കാൻഡില, ഇമ്പൾസ്. ഇതിൽ ശ്രദ്ധിക്കണം, SI യൂണിറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. കാരണം ഇതിൽ ഇമ്പൾസ് ആയിരിക്കും ആൻസർ, കാരണം ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, യൂണിറ്റ്സ് ആണ്. ഇമ്പൾസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നോക്കാം, ഇമ്പൾസ് ഇസ് എ ക്വാണ്ടിറ്റി ആൻഡ് ആൾ അതർ ആർ യൂണിറ്റ്സ്. ക്ലിയർ? നെക്സ്റ്റ്, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ: പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ്: KANS. K അറിയാം, കെൽവിൻ ആണ്. A ആംപിയർ, N ന്യൂട്ടൺ, S സെക്കൻഡ്. അപ്പോൾ ഇതിൽ 3 ക്യാപിറ്റലും ഒരു സ്മോളും, അങ്ങനെ ഓഡ് വൺ ഔട്ട് അല്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്. K ഫോർ കെൽവിൻ, A ഫോർ ആംപിയർ, N ഫോർ ന്യൂട്ടൺ ആൻഡ് S ഫോർ സെക്കൻഡ്. കെൽവിനും ആംപിയറും സെക്കൻഡും SI യൂണിറ്റ് ആണ്. ന്യൂട്ടൺ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി SI ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ല. ബാക്കി 3 SI ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. ആൻസർ നമുക്ക് നോക്കാം. ന്യൂട്ടൺ ഈസ് നോട്ട് എ ബേസിക് SI യൂണിറ്റ്. ക്ലിയർ? ദ റിമൈനിങ് ആർ ഓൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇനിയാവും നെക്സ്റ്റ്, ഇതൊക്കെയാണ് SI യൂണിറ്റ്സ്, അതിൻ്റെ സപ്ലിമെൻ്ററി യൂണിറ്റ്സും. അപ്പോൾ അത് ജസ്റ്റ് അത് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻസും വരെ, അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. ഡു ആംസ്ട്രോങ് ആൻഡ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി? ആൻസർ
ബോത്ത് ആർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അതിൻ്റെ വാല്യൂസ് നമ്മൾ ഈ സ്ലൈഡിൻ്റെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യും. 1 ലൈറ്റ് ഇയർ ഇസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ലൈറ്റ് ഇയർ പൊതുവേ ഇയർ എന്ന് കേൾക്കുമ്പോൾ ടൈമുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വിചാരിക്കും. ലൈറ്റ് ഇയർ മീൻസ് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ അത് അറിയുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്യുക, പക്ഷേ അത് ബൈഹാർട്ട് വെക്കുന്നത് നല്ലത്. ഇറ്റ് ഈസ് 9.46 × 10⁻15 മീറ്റർ. സോ 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ. തിരിച്ചും ചോദിക്കാം, 1 മീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് ലൈറ്റ് ഇയർ, ദാറ്റ് ഈസ് 1.06 × 10⁻16. അതിന് ഫസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു മെഷർ ഡിസ്റ്റൻസ് വി യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? 4 യൂണിറ്റ് തന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ യൂണിറ്റ്, ലെങ്ത്തിൻ്റെ വലിയ യൂണിറ്റ് ഏതാണ്? ദറ്റ് ഈസ് പാരലാറ്റിക് സെക്കൻഡ്. പാരലാറ്റിക് സെക്കൻഡ് ആണ് ഏറ്റവും വലിയ യൂണിറ്റ്. ഇനി ഈ യൂണിറ്റ്സിൻ്റെയൊക്കെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും മാസിൻ്റെയൊക്കെ. സോ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പഠിക്കണം. ലൈറ്റ് ഇയർ എത്രയാണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണ്, പാരലാറ്റിക് സെക്കൻഡ് എത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാസിൻ്റെയും ടൈമിൻ്റെയും 1 മാസിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് ആൻഡ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം. ഇത്രയാണ് ചാപ്റ്റർ നമ്പർ 2 വരുന്ന കൺസെപ്റ്റ്സ്.